ഹലോ ഗൈസ്, നമുക്കിന്നൊരു ആട്ടപ്പൊടി കൊണ്ട് ഇലയട ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആട്ടപ്പൊടിയിലേക്ക് വെള്ളവും ഉപ്പും ഏലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഉപ്പും ഏലക്കപ്പൊടി ചേർക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ മറന്നുപോയി ഗൈസ്. എന്നിട്ട് നമുക്ക് ഇലയിലേക്ക് ഈ മാവ് പരത്തി കൊടുക്കുക ഗൈസ്. നല്ലൊരു നൈസായിട്ട് വേണം അത്. നല്ലൊരു വട്ടത്തിലായ അത് നല്ലതാണ്. അധികം കനം ഉണ്ടായിക്കൂടാ ഗൈസ്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു മിൻസാക്കിയിട്ട് പരത്തിയെടുക്കാം ഗൈസ് ഇതിന്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങയും പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാര കുറെ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയും ചേർക്കാം. അങ്ങനത്തെ ചേർത്താൽ നമ്മൾ ടേസ്റ്റ് ഒരേപോലെ തന്നെ ഉണ്ടാവും ഗൈസ്. എന്നിട്ട് നമുക്ക് പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിനിടാം, തേങ്ങ ആവശ്യത്തിനിടാം. ഞാനിപ്പോൾ കുറച്ച് നല്ലോണം ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ പഞ്ചസാര എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാണ്. എന്നിട്ട് നമുക്കതിനെ മടക്കി കൊടുക്കാം. മടക്കിയിട്ട് നമ്മൾ വെണ്ണക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം ഗൈസ്. അതിനെ വെണ്ണക്കല്ല് എന്നിട്ട് അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് പരത്തണം ഗൈസ്. നമുക്ക് ഇങ്ങനെ കുറേ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. നമ്മൾ 3 രീതിയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതിൽ പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്, എണ്ണയിലിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എണ്ണ വേണ്ടാതാണെങ്കിൽ അങ്ങനെയൊക്കെ. ഇപ്പോൾ എണ്ണയിലിച്ചിടാണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ പരത്തിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഗൈസ്. അപ്പോൾ 2 രീതിയിൽ ഒരേ ടേസ്റ്റിന് ഉണ്ടാവും. നല്ല രീതിയിൽ എണ്ണ വേണ്ടാത്തവർക്ക് ഇങ്ങനെ ചെയ്യുക, എണ്ണ വേണ്ടവർക്ക് ചെയ്യുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഗൈസ്. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.